അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ അഹദിസ് സമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. صدق الله العلي العظيم. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ പുണ്യ സദസ്സിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മുടെ വടക്കുമുറിയിൽ SKSSF-ന് കീഴിൽ നടക്കുന്ന ഖുർആൻ പ്രഭാഷണ സദസ്സ് അൽഹംദുലില്ലാഹ് ഒരിക്കൽ കൂടി നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ സാധിച്ചു. ഈ സന്ദർഭത്തിൽ ധാരാളം ആളുകൾ ഇത് ശ്രവിക്കുന്നവരുണ്ട് ഓൺലൈൻ വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ പരിഗണിക്കുന്ന അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. ആമുഖമായി ദുആ ചെയ്യും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കോവിഡ് നീളുന്നു, ദുരിതകാലമാണ് വരുന്നത്, അതിജയിക്കാൻ 4 സ്ത്രീരത്നങ്ങൾ. ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഈ പ്രത്യേകമായ സാഹചര്യം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം നമ്മെ ആശങ്കപ്പെടുത്തുന്ന രൂപത്തിൽ വർദ്ധിച്ച സാഹചര്യമാണ്. 100-ഉം അതിൻ്റെ മുകളിലേക്കും ആളുകളുടെ എണ്ണം, രോഗികളുടെ എണ്ണം എത്തുന്ന സന്ദർഭത്തിൽ നമ്മളാകെ പേടിച്ചിരുന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പൊ 1000-ന്റെ മുകളിലേക്കാണ്. ഇനി ഭീകരമായൊരവസ്ഥയിലേക്ക് എത്തുന്നൊരു സാഹചര്യമാണ് വരുന്നത് എന്നാണ് ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഉണർത്തുന്നത്. ഇന്നത് പറയുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ രോഗികളുടെ എണ്ണം വളരെയധികം കൂടിയിരിക്കുന്നു. സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ എണ്ണം വളരെയധികം കൂടിയിരിക്കുകയാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ ശരിയാകും, ലോക്ക്ഡൗൺ പിൻവലിക്കും, പൂർണ്ണമായ ഇളവുകൾ വരും,
ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ മാസങ്ങൾ ഒരുപാട് പിന്നിട്ടു. യാതൊരുവിധ ശമനവുമില്ലാതെ ഇത് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ, ഒരു മതവിഭാഗത്തെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇന്നിപ്പോൾ ആഗസ്റ്റ് 15. സാധാരണഗതിയിൽ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികളൊക്കെ വളരെ മനോഹരമായ രൂപത്തിലാണ് നമ്മുടെ രാജ്യത്ത് സാഘോഷം എല്ലാ വർഷവും നടത്താറുള്ളത്. പക്ഷെ ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തേണ്ട പല നേതാക്കന്മാരും മന്ത്രിമാരും, ചിലർ രോഗബാധിതർ, ചിലർ നിരീക്ഷണത്തിൽ, അങ്ങനെയൊക്കെ ഒരു സാഹചര്യം. ആഘോഷത്തിന്റെ പേരിൽ നമുക്ക് കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത അവസ്ഥ ഒറ്റവാക്കിൽ ആകെ മങ്ങലേറ്റ ഒരവസ്ഥയായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചിലരൊക്കെ അത് ഒരു വിഭാഗത്തിന് മാത്രം പരിമിതപ്പെടുത്തി മറ്റൊരു വിഭാഗത്തെ, ന്യൂനപക്ഷത്തെ ആ വിഷയത്തിലൊക്കെ പ്രയാസപ്പെടുത്തുന്ന എത്രയോ പേർ ഉള്ള സാഹചര്യത്തിൽ തൽക്കാലം നിങ്ങൾ ആരും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ട എന്ന് ദൈവം തീരുമാനിച്ചതുപോലെ എല്ലാവരും അത് സമ്മതിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഏതായിരുന്നാലും ഇത് രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു സംവിധാനം, ഒരു അപകടകരമായ ഒരു രോഗമാണ് യഥാർത്ഥത്തിൽ ഇത്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവൻ, അവൻ്റെ സ്വത്ത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവനും അതുപോലെ സ്വത്തിനും സുരക്ഷിതത്വം ലഭിക്കുക എന്നുള്ളതും മർമ്മപ്രധാനമാണ്. ഇവിടെ മനുഷ്യന്റെ ജീവൻ അപകടത്തിലാണ്. സ്വത്ത്, അതിൻ്റെ വർധനവ്, അതിൻ്റെ പുരോഗതി, അതിൻ്റെ അഭിവൃദ്ധി, അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ കോവിഡ് കാലത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം, സാമ്പത്തികമായിട്ട് നമ്മൾ വലിയ പരാജയത്തിലാണ്. യഥാർത്ഥത്തിൽ സാമ്പത്തികമായിട്ട് വലിയ തകർച്ചയിലാണ്. ആളുകളുടെ ബിസിനസ് കാര്യങ്ങൾ സാധാരണ പോലെ നടക്കുന്നില്ല. കച്ചവട സ്ഥാപനങ്ങളിൽ അതുപോലെ ബിസിനസ് കേന്ദ്രങ്ങൾ പഴയതുപോലെ ഒന്നും നടക്കാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ മനുഷ്യർ പൊതുവെ എല്ലാവരും ഈ വിഷയത്തിൽ സാമ്പത്തിക ഞെരുക്കം, പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ധനികന്മാർ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവരും പ്രയാസത്തിലാണ്. ഓരോരുത്തർക്കും അവരവരുടെ നിലക്കനുസരിച്ച്, സ്ഥാനത്തിനനുസരിച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള എന്ത് പ്രയാസങ്ങൾ വന്നാലും അതിനെയൊക്കെ നേരിടാനുള്ള അപാരമായ ഒരു കരുത്ത്, അതായത് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായാലും സാമ്പത്തികമായ ഞെരുക്കമുണ്ടായാലും അതിനെയൊക്കെ നേരിടാനുള്ള അപാരമായ ഒരു കരുത്ത് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവും. അതിനെ മാതൃകയാക്കാൻ ഇന്ന് നമ്മൾ ഉയർത്തി കാണിക്കുന്നത് 4 സ്ത്രീ രത്നങ്ങളെയാണ്. അപ്പൊ അത് സ്ത്രീകൾക്ക് മാത്രമാണോ? അല്ല. സ്ത്രീകൾക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്രയാസഘട്ടങ്ങളിൽ അതിനെ അതിജയിക്കാൻ, ആ പ്രതിസന്ധികളെ ധീരമായിട്ട് മറികടക്കാൻ മാതൃകയാക്കാവുന്ന 4 പേരെയാണ് നമ്മൾ ഇന്ന് ഉദ്ധരിക്കുന്നത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ
വ്യത്യസ്തമായ ഹദീസുകളിലൂടെ ഈ 4 പേരെ പരാമർശിച്ചിട്ടുണ്ട്. വളരെ ഹ്രസ്വമായിട്ട് നമുക്ക് വിശദീകരിക്കാം. അതിൽ 4 സ്ത്രീ രത്നങ്ങളിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഈ ഉമ്മത്തിലെ ആദ്യത്തെ വിശ്വാസിനിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ. അവരാണ് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ മാതൃകയാക്കേണ്ട 4 സ്ത്രീ രത്നങ്ങളിൽ ഒന്നാമത്തെ സ്ത്രീ. ഈ ഉമ്മത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതർ ഞാനൊരു പ്രവാചകനാണെന്ന് പറഞ്ഞു വന്നപ്പോ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കുട്ടികളുടെ കൂട്ടത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ കടന്നു വന്നവരാണ്. ഒരഭിപ്രായ പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും മുന്നിൽ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു അൻഹ ഈ പുണ്യദീനിലേക്ക് കടന്നു വന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. എന്തായിരുന്നാലും എത്ര പ്രതിസന്ധികൾ മനുഷ്യന് വന്നാലും അത് അവന്റെ സ്വത്തിനെ ബാധിക്കുന്നതാണെങ്കിലും അവന്റെ ജീവനെ ബാധിക്കുന്നതാണെങ്കിലും വ്യക്തിപരമാകട്ടെ സാമൂഹികമാകട്ടെ മതപരമാകട്ടെ ഏത് രൂപത്തിൽ പ്രയാസങ്ങൾ വന്നാലും അത്തരത്തിലുള്ള പ്രയാസ ഘട്ടങ്ങളിൽ ഖദീജ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ ഓർത്താൽ പിന്നെ നമുക്ക് മാനസികമായിട്ട് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. കോവിഡ് ബാധിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അഥവാ അങ്ങനെ ബാധിച്ചാൽ പോസിറ്റീവായാൽ നിരാശപ്പെടാൻ പാടില്ല. സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ തകർച്ച വന്നു എന്ന് സങ്കല്പിക്കാം. അങ്ങനെ പഴയതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കാനോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കാനോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കുട്ടികളുടെ വിവാഹം നടത്താനോ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടത്താൻ കഴിയാത്തൊരവസ്ഥ നീണ്ടുപോയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട 4 പേരിൽ ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നി പ്രഥമ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. എന്താ കാരണം? ഒരു സമയത്ത് നമുക്ക് അല്ലാഹു തആല സുഭിക്ഷമായി നൽകുകയും പിന്നീട് മറ്റൊരു സമയത്ത് അതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സന്ദർഭം. അപ്പോഴാണ് വലിയ നിരാശ വരിക. ഒരാളുടെ ജീവിതത്തിൽ ആദ്യമേ പ്രയാസങ്ങളാണ്. ആൾക്ക് ഈ പ്രയാസങ്ങളൊന്നും പ്രയാസമാവില്ല. സാമ്പത്തികമായിട്ട് കാര്യമായിട്ടൊന്നുമില്ല, ലളിതമായ ജീവിതമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ കോവിഡോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കോ ഇതൊന്നും വന്നാൽ അവർക്കത്ര വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. വീടൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥ ചർച്ച ചെയ്യുമ്പോൾ വീടൊന്നുമില്ലാതെ ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വഴിയോരങ്ങളിലോ ഒക്കെ കിടന്നുറങ്ങി ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വീട് പോകുന്ന കാര്യത്തിൽ അയാൾക്കെന്ത് പേടി? എന്നാൽ അതേ സമയത്ത് നല്ല പ്രൗഢമായ ജീവിതം പിന്നെ അതൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥ, അത് മനുഷ്യന് വലിയ നിരാശ വരുന്നൊരു സംഗതിയാണ്. ഉയർന്ന നിലവാരത്തിൽ ജീവിച്ച് പിന്നെ അതിൻ്റെ താഴോട്ട് പോവുക എന്ന് പറഞ്ഞാൽ പൊതുവെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ടാണല്ലോ വലിയ വലിയ മുതലാളിമാര് ചിലരൊക്കെ ഇത്തരം ഘട്ടങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണുന്നതാണ്. ഒരു കാലത്ത് വലിയ സമ്പന്നയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിലെ ഏറ്റവും നല്ല തറവാട്ടിൽ ജനിച്ച് അങ്ങനെ ജീവിച്ച് അങ്ങനെ വളർന്നു വന്നതാണ്. അതുകൊണ്ടാണല്ലോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിശുദ്ധി, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം, ഖദീജ റളിയല്ലാഹു അൻഹയുടെ തറവാടിത്തം, അതൊക്കെ കൊണ്ടാണ് ഖദീജ ബീവി അറിയപ്പെട്ടത്. പേര് ഖദീജയാണെങ്കിലും തോഹിറ എന്ന പേരിലാണ്. അങ്ങനെ ഒരു പേരിലാണ് അന്ന് അവർ അറിയപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ
ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് ധനമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ തിരുദൂതർ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. സിറിയയിലേക്കും അതുപോലെ തന്നെ യമനിലേക്കും, സിറിയ പഴയ ഷാം, അതുപോലെ തന്നെ യമൻ വലിയ പാരമ്പര്യമുള്ള രാജ്യങ്ങളാണ്. ആ സിറിയയിലേക്കും അതുപോലെ യമനിലേക്കും കച്ചവട ആവശ്യാർത്ഥം പോകുന്നതിന് വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കീഴിൽ ഒരുപാട് സംഘങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ അറിയപ്പെട്ടവരായിരുന്നു, ധാരാളം സ്വത്തിൻ്റെ ഉടമയായിരുന്നു. ആ കാലഘട്ടത്തിലാണ് മക്കയിൽ ആമിന ബീവിയുടെ പൊന്നോമന പുത്രൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനായി സർവരാലും അംഗീകരിക്കപ്പെടുന്നൊരവസ്ഥയിൽ പരിശുദ്ധ മക്കയിൽ വളർന്നു വരുന്നത്. നബിയായിട്ടില്ല, 40-ാമത്തെ വയസ്സിലാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ റസൂലാകുന്നത്, നബിയാകുന്നത്. ഇതതിൻ്റെ മുമ്പ്. പക്ഷെ അള്ളാഹുവിൻ്റെ തിരുദൂതരെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിലെ സത്യസന്ധനായിരുന്നു. അള്ളാഹുവിൻ്റെ തിരുദൂതർ അൽ അമീനായിരുന്നു. അൽ അമീൻ, വിശ്വസ്തൻ. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതരെ എല്ലാവരും വിളിച്ചത്. അൽ അമീൻ. അങ്ങനെ വളർന്നു വന്ന അള്ളാഹുവിൻ്റെ തിരുദൂതർ 10-20 വയസ്സ് കഴിഞ്ഞു. ഈ സന്ദർഭത്തിലൊക്കെ അള്ളാഹുവിൻ്റെ തിരുദൂതർ സത്യസന്ധതയുടെ വിഷയത്തിലും മറ്റും അറിയപ്പെട്ടതാണ്. ഇതറിഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ തിരുദൂതരെ കച്ചവട ആവശ്യാർത്ഥം ഷാമിലേക്ക് അയച്ചു. പ്രത്യേകം സംഘത്തെ അയക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ തിരുദൂതരെ അയച്ചു. ഒരു വിശ്വസ്തനായ ഒരാളെ ഏതൊരു കാര്യത്തിനും ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടെ മൈസറത്ത് എന്ന് പറയുന്ന ഒരാളെയും സഹായത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ കൂടെ അയച്ചു. അന്ന് തിരുദൂതർ ആയിട്ടില്ല. അങ്ങനെ മുഹമ്മദ് എന്ന പേരുള്ള ഈ നല്ല ചെറുപ്പക്കാരൻ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഷാമിലേക്ക് പുറപ്പെട്ടു. പോകുന്ന സമയത്തൊരു അത്ഭുതമുണ്ടായി. മൈസറത്ത് ആ കാഴ്ച കാണുകയാണ്. മരുഭൂമിയിലൂടെയുള്ള യാത്ര, കത്തുന്ന വെയിലാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ തിരുദൂതർക്ക് ഒരു മേഘമതാ തണലിട്ട് കൊടുക്കുന്നു. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമൊന്നുമില്ല. ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ ഇന്നത്തെ പോലെ ഒരു സൗകര്യമൊന്നുമില്ലല്ലോ. യാത്രയിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർക്ക് മേഘം തണലിട്ട് കൊടുക്കുന്ന കാഴ്ച, ഇത് മൈസറത്തിനെ വല്ലാതെ ചിന്തിപ്പിച്ചു ഈ കാര്യം. അങ്ങനെ അവർ ഷാമിലെത്തി. അങ്ങനെ ആ യാത്രയിൽ വലിയ ലാഭമാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർക്ക് ലഭിച്ചത്. അതങ്ങനെയാണ് ബറക്കത്തുള്ള ആളുകളാവുമ്പോൾ. അള്ളാഹുവിൻ്റെ തിരുദൂതർ പോയ ആ യാത്രയിൽ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വമ്പിച്ച ലാഭം നേടിയെടുക്കാൻ കഴിയും. തിരിച്ചു വന്നപ്പോൾ യാത്രയിലുണ്ടായ അത്ഭുതകരമായ അനുഭവങ്ങളൊക്കെ മൈസറത്ത് മുഖേന ഖദീജ റളിയല്ലാഹു അൻഹ അറിയുകയാണ്. അതായത് മേഘം തണലിട്ട് കൊടുത്ത അത്ഭുതകരമായ കഥ. ഇതൊക്കെ കേട്ടപ്പോൾ മാത്രമല്ല, വളരെ സത്യസന്ധമായി നീതിയുക്തമായി അവർ കച്ചവടം നടത്തി. അതുകൊണ്ട് തന്നെ വലിയ ലാഭം നേടി. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ 2ാമത്തെ ഭർത്താവും മരണപ്പെട്ട സന്ദർഭമായിരുന്നു അത്. മക്കയിലെ ഒരുപാട് ഉയർന്ന തറവാട്ടുകാർ, പ്രഗത്ഭരായ ആളുകൾ, അറിയപ്പെട്ട ആളുകൾ, സമ്പന്നരായ ആളുകൾ, അവരൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അവരെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വന്നതാണ്. ഖദീജ ബിയുടെ 2ാമത്തെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുകയാണ്. 3ാമത് അവരെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്ന സാഹചര്യമാണ്. കാരണം ഖദീജ റളിയല്ലാഹു അൻഹ എല്ലാ വിഷയത്തിലും സ്ഥാനമുള്ള ഒരു മഹിളാരത്നമാണ്. പക്ഷേ
ധാരാളം സമ്പന്നർ ഈ കുലീന സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നെങ്കിലും ആർക്കും ഖദീജ റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തില്ല. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സായ സന്ദർഭമാണ്. റസൂലിനേക്കാളും 15 വയസ്സുണ്ട് അന്ന് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക്. വിധവയായ ഖദീജ ബീവി, 40 വയസ്സുള്ള ഖദീജ ബീവി, അവർക്കൊരാഗ്രഹം, സത്യസന്ധനായ അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ ഭർത്താവായി ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇല്ല, കുഫ്വത്ത കല്യാണവും, വയസ്സിൽ കുറഞ്ഞൊരു വ്യത്യാസമേ വരുള്ളൂ. എന്താ കാരണം? റസൂൽ അൽ അമീനാണ്, ഖദീജ റളിയല്ലാഹു അൻഹ ത്വാഹിറയാണ്. അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധി കാരണം, തറവാടിത്ത കാരണം, ത്വാഹിറ എന്ന പേരിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ നഫീസ എന്ന് പറയുന്ന ഒരു സഹോദരിയെ വൃത്യയെ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ അരികിലേക്ക് അയക്കുകയാണ്. ഒരു വിവാഹമാകുമ്പോൾ ഇടയിൽ നിൽക്കാൻ ഒരാളുണ്ടാവുമല്ലോ. ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ തിരുദൂതരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വിവരമൊന്ന് പറയാൻ വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ അരികിലേക്ക് നഫീസയെ അയക്കുകയാണ്. അവർ അള്ളാഹുവിൻ്റെ തിരുദൂതരോട് ഈ കാര്യമൊന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വഴി കാണിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിതൃവ്യനായ പിതാവിൻ്റെ സഹോദരനായ അബൂ ത്വാലിബിൻ്റെ അരികെ ചെന്നു. കാരണം അബൂ ത്വാലിബാണല്ലോ റസൂലുള്ളാഹിന്റെ സംരക്ഷണം ഏറ്റെടുത്തത്. റസൂൽ ജനിക്കുമ്പോൾ പിതാവില്ലായിരുന്നു. റസൂലുള്ളാഹിന്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് റസൂലുള്ളാഹി വളർന്നു വന്നത്. പക്ഷേ 8 വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ തൊട്ട് മുമ്പ് തൻ്റെ മകനായ അബൂ ത്വാലിബിനെ വിളിച്ചു വരുത്തിയിട്ട് വസിയ്യത്ത് ചെയ്തു. അത്രേ, അബൂ ത്വാലിബ്, നിന്റെ സഹോദരൻ അബ്ദുല്ലാന്റെ പുത്രനായ മുഹമ്മദിനെ നീ സംരക്ഷിക്കണം. ഉമ്മയില്ല, വാപ്പില്ല, ഞാനും മരിക്കാൻ പോവാണ്. അതുകൊണ്ട് അബൂ ത്വാലിബ് മുഹമ്മദിനെ ശരിക്ക് സംരക്ഷിക്കണം. അന്ന് ഏൽപ്പിച്ചതാണ്. അബൂ ത്വാലിബ് റസൂലുള്ളാഹിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല രൂപത്തിൽ സംരക്ഷണം കൊടുത്തിരുന്നു. തൻ്റെ പിതാവിൻ്റെ സഹോദരൻ, തൻ്റെ മൂത്താപ്പ. അങ്ങനെ അബൂ ത്വാലിബിനോട് വിവരം ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹിക്കും അത് സമ്മതം. അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറ്റുള്ളവരുമായിട്ട്, ഉത്തരവാദപ്പെട്ടവരുമായി ചർച്ച ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നടക്കുകയാണ് ഖദീജ ബീവിയുമായി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിലെ വലിയ വേദപണ്ഡിതനായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതൃവ്യൻ, അതുപോലെ അബൂ ത്വാലിബ്, അതുപോലെ വറഖത്ത് ബിൻ നൗഫൽ, അങ്ങനെയുള്ള പ്രഗൽഭരായ ആളുകളുടെ ഇടയിൽ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നടന്നത്. ഖുതുബ നിർവഹിച്ചത് അബൂ ത്വാലിബാണ്. അന്ന് അബൂ ത്വാലിബ് പറഞ്ഞു അത്രേ, ഖദീജ നല്ല പണമുണ്ട് അവരെടുത്ത്, സമ്പത്തുണ്ട്, പക്ഷേ മുഹമ്മദിന്റെ കയ്യിൽ സമ്പത്തില്ല. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കയ്യിൽ സമ്പത്തില്ല. സമ്പത്തേ ഇല്ലാത്തതുള്ളൂ, വേറെ പലതുണ്ട്. ബുദ്ധിയുണ്ട്, വിശുദ്ധിയുണ്ട്, ഭക്തിയുണ്ട്, എല്ലാം ഉണ്ട്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയാണ്. അന്നത്തെ അവസ്ഥ എന്താ? ഖദീജ റളിയല്ലാഹു അൻഹ നല്ല സമ്പന്നയാണ്. ഇനി പിന്നെ സംഭവിച്ചത് എന്താ? ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ സമ്പത്ത് മുഴുവനും നല്ല വഴിക്ക് ചെലവഴിക്കുകയാണ്. അടിമകളെ മോചിപ്പിക്കുകയാണ്. ഒട്ടകങ്ങളെയും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കളെയും ദാനം നൽകുകയാണ്. പിന്നെ സമ്പത്തിന് തീരെ സ്ഥാനം നൽകുന്നില്ല, ഒക്കെ നല്ല വഴിക്ക് ചെലവഴിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നബി തങ്ങൾ പറഞ്ഞത്,
ഖദീജയുടെയും അബൂബക്കറിന്റെയും മുതൽ എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ വേറെ ഒരാളുടെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായിരുന്നാലും ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ആ ജീവിതം, 25 കൊല്ലത്തെ ദാമ്പത്യ ജീവിതം, അത് വലിയൊരു സംഭവമായിരുന്നു. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ദിവസങ്ങളോളം വീട്ടിൽ അടുപ്പിൽ പുക ഉയരാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷ്യക്ഷാമം കാരണം ഭക്ഷ്യവസ്തുക്കളില്ലാത്തത് കൊണ്ട് വൃക്ഷങ്ങളുടെ ഇലകൾ ഭക്ഷിച്ച സന്ദർഭം ഖദീജ ബീവിയുടെയും അള്ളാഹുവിന്റെ തിരുദൂതരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക് നമ്മൾ നിരാശപ്പെടണോ? ഇത് പ്രയാസം അത്ര വന്നിട്ടില്ലെങ്കിൽ തന്നെ ചില ആളുകൾ അഭിനയിക്കും. ഇപ്പൊ ചില ആളുകളോടൊക്കെ നമ്മൾ പിരിവ് ചോദിച്ചാൽ അത്യാവശ്യം നല്ല കാശുണ്ടെങ്കിലും ഇപ്പോഴത്തെ സമയം ഇങ്ങനല്ലേ അറിയും. എത്ര സമയം ഒരു പ്രശ്നം ഉണ്ടാവില്ല, എന്നാലും അങ്ങനെ പറയും. എന്നാൽ കടുത്ത പ്രശ്നമുള്ള ആളുകളുണ്ടാവും. അവരെ നടപ്പും ഇരിപ്പും പെരുമാറ്റം കണ്ടാൽ ഒരിക്കലും അങ്ങനെ പ്രയാസം ഉണ്ടെന്ന് തോന്നൂല. അത് വേറെ വിഷയം. ഏതായിരുന്നാലും നോക്കൂ, ഖദീജ റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ തിരുദൂതരും എത്ര പ്രയാസപ്പെട്ടു. നമ്മൾ ഈ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി ഡൽഹിയിലേക്ക് വന്ന ആളുകൾ, പാവങ്ങൾ, പട്ടിണി കാരണം ഇലകളൊക്കെ ഭക്ഷിച്ചത് വലിയ വാർത്തയായിരുന്നു ഈ അടുത്ത കാലത്ത്. പ്രവാചകരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ഖദീജ റളിയല്ലാഹു അൻഹ സമ്പത്ത് മാത്രം ഉദ്ദേശിച്ചവരായിരുന്നുവെങ്കിൽ മൂന്നാമത്തെ വിവാഹത്തിന് ധാരാളം സമ്പന്നരായ ആളുകൾ മുന്നോട്ട് വന്നിരുന്നു. പക്ഷെ അവരതൊന്നും സ്വീകരിച്ചില്ലല്ലോ. മാത്രമല്ല, അത്രക്കും എല്ലാ സൗകര്യത്തോടു കൂടെയും ജീവിച്ച അവർക്ക് പിന്നീട് വെറുതെ നഷ്ടപ്പെട്ടതല്ല, പാവങ്ങൾക്ക് കൊടുത്തിട്ടും നല്ല കാര്യത്തിന് ചെലവഴിച്ചിട്ടും പിന്നെ ആ കാര്യത്തിലൊന്നും തീരെ ശ്രദ്ധ ഉണ്ടായില്ല. ഈ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ചെറിയ ബുദ്ധിമുട്ട് ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ വന്നാൽ നമ്മളാരും പ്രയാസപ്പെടേണ്ടതില്ല. നോക്കൂ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അരികെ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ്: ഫഇദാ ഹിയ അത്തതുക. ഖദീജ ബീവിയെ പറ്റി പറഞ്ഞതിന്റെ ശേഷം അള്ളാഹുവിന്റെ തിരുദൂതരോട് ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ്, നബിയെ, അങ്ങ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികെ ചെന്ന് കഴിഞ്ഞാൽ ഫഖ്റഉ അലൈഹസ്സലാം. ഖദീജ റളിയല്ലാഹു അൻഹയോട് അങ്ങ് സലാം പറയൂ നബിയെ. മിർ റബ്ബിഹാ വ മിന്നി. റബ്ബിൽ നിന്നും അല്ലാഹുവിൽ നിന്നും എന്നിൽ നിന്നുമുള്ള സലാം അങ്ങ് ഖദീജ ബീവിയോട് പറയൂ നബിയെ. ഖദീജ ബീവിന്റെ സ്ഥാനം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, എത്രമാത്രം സ്ഥാനമുണ്ടെന്ന്. ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റൂഹുൽ അമീൻ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ്, നബിയെ, അങ്ങ് ഖദീജ ബീവിയുടെ അരികെ ചെന്നാൽ അള്ളാഹുവിൽ നിന്നും എന്നിൽ നിന്നുമുള്ള സലാം അവർക്ക് പറയണേ. മാത്രമല്ല, ഫിൽ ജന്ന. സ്വർഗത്തിൽ അവർക്കൊരു ഭവനമുണ്ടെന്ന സന്തോഷ വാർത്തയും അവർക്കറിയിക്കൂ. മിൻ ഖസബിൻ. സ്വർണ്ണ നൂല് കൊണ്ടും രത്നങ്ങളെ കൊണ്ടും നിർമ്മിക്കപ്പെട്ട മനോഹരമായ ഒരു വീട് ഖദീജ ബീവിക്ക് സ്വർഗത്തിലുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കും നബിയെ. ലാ സഖബ ഫീഹി വലാ നസബ്. അവിടെ ബഹളങ്ങളില്ല. സ്വർഗത്തിൽ ബഹളങ്ങളില്ല, പ്രയാസങ്ങളില്ല, ഞെരുക്കങ്ങളില്ല. അങ്ങനെയുള്ള സ്വർഗം കൊണ്ട്, ആ സ്വർഗത്തിലെ വീട് കൊണ്ട് ഖദീജക്ക് സന്തോഷ വാർത്ത അറിയിക്കണേ നബിയെ എന്ന് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. ഇവിടെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ ഒരു വിശദീകരണം. അതായത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, ഖദീജ ബീവിക്ക് വേണ്ടി പ്രത്യേകം ജിബ്രീൽ എന്ന മലക്ക് പറയാണ്, അവർക്ക് സ്വർഗത്തിലൊരു ഭവനുണ്ട്, ഇവിടെ ബഹളം ഉണ്ടാവൂല. അതിൻ്റെ ഒരു കാരണം പറയുന്നത് എന്തറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 25-ാമത്തെ വയസ്സിലാണോ വിവാഹം നടന്നത്. പിന്നെ 25 കൊല്ലം അവർ ജീവിച്ചു. അവൻ നബിക്ക് 50 വയസ്സായി. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 65 വയസ്സായി. ആ സമയത്താണ് ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. അപ്പൊ 25 കൊല്ലാണ് ഇവിടെ ദാമ്പത്യ ജീവിതം. ആ 25 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും
അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ ശബ്ദത്തെക്കാൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ശബ്ദം ഉയർന്നിരുന്നില്ല. മനസ്സിലാക്കണം, ഖദീജ റളിയല്ലാഹു അൻഹയും നബിയും തമ്മിലുള്ള വിവാഹം നടക്കുമ്പോൾ നബിക്ക് 25 വയസ്സാ. പിന്നെ 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബുവത്ത് കിട്ടുന്നത്. മനസ്സിലാക്കണം, നബിയാകുന്നത് 40 വയസ്സായപ്പോ. ആ 15 കൊല്ലത്തിന്റെ ഇടയിലും, അതായത് നബിയാകുന്നതിന് മുമ്പ് 15 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിലും എന്തുണ്ടായിട്ടില്ല? റസൂലുള്ളാന്റെ മുന്നിൽ അപമര്യാദയായിട്ട് പെരുമാറുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയാൻ കാരണം, റസൂലുള്ളാന്റെ മുന്നിൽ അപമര്യാദയായിട്ട് പെരുമാറിയാൽ അവരുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് ഗുജറാത്ത് സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നബിന്റെ വിവാഹം നടന്ന് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഖുർആൻ ഇറങ്ങുന്നത്. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ സൽസ്വഭാവം എത്ര ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്കുറൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ നബിയുടെ മുന്നിൽ വെച്ച് ഒരിക്കലും ശബ്ദത്തെ ഉയർത്തരുത്. നബിയുടെ മുന്നിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കരുത്. നബിയേക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ എങ്ങാനും സംസാരിച്ചു പോയാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറയാൻ, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വെച്ച് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവരാരോ, ഉലൈകല്ലദീന തഅനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ വിശുദ്ധിയിലേക്ക്, തഖ്വയിലേക്ക് വിശാലമാക്കുന്നതാണ്. അള്ളാഹു തആല പറയാൻ, യഥാർത്ഥത്തില് ഈ ആയത്തുകൾ ഇറങ്ങുന്നതിൻ്റെയൊക്കെ 15 കൊല്ലം മുമ്പ്, ഖുർആൻ അവതരിക്കുന്നതിന്റെ 15 കൊല്ലം മുമ്പ് തന്നെ ഈ കാര്യം ശ്രദ്ധിച്ചവരാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹക്ക് അള്ളാഹു നൽകിയ സ്ഥാനമാണത്. അള്ളാഹു നൽകിയ സ്ഥാനമാണ്. ജിബ്രീൽ എന്ന മലക്ക് വന്നുകൊണ്ട് പറയാണ്, സ്വർഗത്തിൽ അവർക്ക് വീടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. റസൂലുള്ളാഹിക്ക് വളരെയധികം പ്രയാസം വന്ന സന്ദർഭത്തിലൊക്കെ ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ കൂടെ നിന്നു. ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷ്യക്ഷാമം കാരണം റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഇലകൾ പോലും ഭക്ഷിക്കുന്നൊരവസ്ഥ വന്നില്ലേ. കടുത്ത പട്ടിണി വന്നപ്പോ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പരാതിയില്ലായിരുന്നു. മാത്രമല്ല, നബുവത്തിന്റെ ആദ്യഘട്ടത്തിൽ കടുത്ത പ്രതിസന്ധി നബിയുടെ ജീവിതത്തിൽ വന്നപ്പോ ആത്മബലം നൽകിയതാരാ? അത് അള്ളാഹുവിന്റെ തിരുദൂതരുടെ പത്നിയാണ്. ഇത് നമ്മളിങ്ങനെ പറയാൻ കാരണം, ഈ കോവിഡ് കാലത്ത് പലരും വീട്ടിലിരിക്കുകയാണ്. ചില ഭർത്താക്കന്മാരൊക്കെ ഫോൺ ചെയ്ത് പറയാറുണ്ട്, ദുആ ചെയ്യണം. എന്താ കാരണം? കാര്യമായിട്ട് ചിലരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നത് ഭാര്യമാരെ വല്ലാതെ ശകാരിക്കാണ്, ഭാര്യമാരെ വല്ലാതെ കുറ്റപ്പെടുത്താണ്. തമാശക്കാരോ പറഞ്ഞതുപോലെ കോവിഡിനെ പ്രതിരോധിക്കാനും സോപ്പിടണം, ഭാര്യ ചൂടാകാതിരിക്കാനും സോപ്പിടണം. 2 നിലക്കും സോപ്പ് വേണമെന്ന് ചില ആൾക്കാരൊക്കെ തമാശ രൂപത്തിൽ പറയുന്നുണ്ട്. അതായത് പണം കുറവായതുകൊണ്ട് പ്രശ്നമാണ് എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. നല്ല ഭാര്യമാരാണെങ്കിൽ അതൊന്നും പ്രശ്നമാവില്ല. അവിടെ ഖദീജ ബീവിക്ക് സ്ഥാനം. ഖദീജ റളിയല്ലാഹു അൻഹ എത്ര നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. നോക്കൂ, നിങ്ങൾ എത്ര ത്യാഗം സഹിച്ചു ആ പെണ്ണ്. അവിടെ നമ്മൾ ഓർക്കേണ്ടത്, പ്രയാസം പെടുമ്പോ, പ്രതിസന്ധി വരുമ്പോ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ ഭാര്യമാർ എന്ന് പഠിപ്പിക്കുകയാണ് സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, പ്രതിസന്ധി വരുമ്പോ കൂടെ നിൽക്കണം. ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ 40 വസന്ത നബിക്ക് പിന്നിടുന്ന സാഹചര്യത്തിൽ ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ തിരുദൂതർ പോയിരിക്കുമായിരുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. ഖദീജ റളിയല്ലാഹു അൻഹ ഗുഹയിലേക്ക്, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയിട്ട് അള്ളാഹിന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുമായിരുന്നു. എത്ര പ്രയാസ! ഇത് നമ്മൾ ഹജ്ജിന് പോകുമ്പോ, ഉംറ ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഹിറാ കയറുന്നവരാണ്. ആ മര കയറാറുണ്ട്.
ഹിറാ പർവ്വതത്തിന്റെ മുകളിലേക്ക് നമ്മൾ കയറാറുണ്ട്. നല്ല ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ പോലും അതിന്റെ മുകളിലെത്തുമ്പോഴേക്ക് നമ്മൾ പറ്റ ക്ഷീണിക്കുകയാണ്. ഇന്ന് കയറാൻ നല്ല സൗകര്യമാണ്. അതിന്റെ താഴ്ഭാഗം മുതൽ മുകൾ ഭാഗം വരെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് കയറാൻ കഴിയും. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മലയിലേക്ക് കയറാൻ സ്റ്റെപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒതുക്കുംകല്ലുകൾ ഉണ്ടായിരുന്നോ? ഇല്ല. ആ കാലത്ത് അള്ളാഹുവിന്റെ തിരുദൂതർ ഏകാഗ്രനായി അതിന്റെ മുകളിൽ പോയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി ഭക്ഷണവുമായിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. ആ ഹിറാ ഗുഹയിൽ വെച്ചാണ് നബൂവത്തിന്റെ വഹയിന്റെ തുടക്കം. അങ്ങനെ ജിബ്രീൽ എന്ന മലക്കിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ വല്ലാതെ ഭയപ്പെട്ടു പോയി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ മുറ്റത്ത് വെച്ച് തന്നെ റസൂലുള്ളാഹി ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ ഖദീജ സമ്മിരൂനി, ഖദീജ സമ്മിരൂനി, സമ്മിരൂനി, സമ്മിരൂനി. ഒന്ന് പുതപ്പിട്ട് മൂടൂ ഖദീജ, പേടി കൂടിയാൽ നമുക്ക് പനി വരും, വിറച്ചു പോകും. ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി ജിബ്രീൽ എന്ന മലക്ക് വന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രധാനപ്പെട്ട പ്രഥമ വചനങ്ങൾ 5 വചനങ്ങൾ ഇറങ്ങിയതാണ്. പച്ചപ്പട്ടില്ല 5 ആയത്തുകൾ മുത്തുനബിയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചതാണ്. എഴുത്തും വായനയും അറിയാത്ത അള്ളാഹുവിന്റെ തിരുദൂതരോട് ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വായിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ മലക്കിനോട് പറഞ്ഞതാണ്. 3 വട്ടം ആവർത്തിക്കുകയും പിന്നെ ഓതിക്കൊടുക്കുകയും ചെയ്തു. ആദ്യമായിട്ടുള്ള സംഭവമാണ്. ആകെ ഭയപ്പെട്ടു പോയ തിരുദൂതർ തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ അരിക വന്നാൽ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും. അതുകൊണ്ട് ഖദീജ ബീവിയോട് പറയാണ്, ഖദീജ ഒന്ന് പുതപ്പിട്ട് മൂളൂ. ഖദീജ ബീവി എന്താ ചെയ്തത്? ആക്ഷേപിച്ചോ? കുറ്റപ്പെടുത്തിയോ? ഇല്ല. അതാണ് നല്ല ഒരു ഭാര്യ. അവിടെയാണ് ഖദീജ ബീവിയെ നമ്മൾ മാതൃകയാക്കേണ്ടത്. ഇന്ന് എന്ത് പ്രയാസങ്ങൾ വന്നാലും സ്വന്തം ഭർത്താവിന്റെ കൂടെ നിൽക്കണം. കാരണം ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് ഖുർആൻ തന്നെ പ്രയോഗിച്ചത് വസ്ത്രം പോലെയാണെന്നാണ്. ശരീരത്തോട് വസ്ത്രം എത്രമാത്രം ഇടകി ചേരുന്നുണ്ടോ എന്നതുപോലെയാകണം. സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കാളികളാകണം. ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ തിരുദൂതരെയും കൂട്ടിയിട്ട് തന്റെ കുടുംബത്തിലെ പ്രഗത്ഭനായ വേദപണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്ക് കൊണ്ടുപോയി എന്ന് ചരിത്രം പറയുന്നു. തന്റെ ഇടമുള്ള ഭാര്യ. വറഖത്ത് ബിൻ നൗഫൽ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആ വന്നത് ജിബ്രീൽ എന്ന മലക്കാണ്, പേടിക്കാനില്ല എന്ന് മാത്രമല്ല, വറഖത്ത് ബിൻ നൗഫൽ എന്ന പണ്ഡിതൻ പറഞ്ഞു അത്രേ, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സന്ദർഭം വരും. സത്യം പറയുമ്പോൾ, സത്യം പറഞ്ഞതിന്റെ പേരിൽ, ഏകനായ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ ജന്മനാടായ മക്കയിൽ നിന്ന് നിങ്ങൾ ബഹിഷ്കരിക്കപ്പെടുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. കൗതുകത്തോടുകൂടെ ഖദീജ ബീവി ചോദിച്ചു അത്രേ, ഇത്രയും നല്ലൊരു മനുഷ്യനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ? ആ സമയത്ത് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു അത്രേ, പുറത്താക്കും. അദ്ദേഹം കൊണ്ടുവരുന്ന സന്ദേശം ആ രൂപത്തിലാണ്. ആ സന്ദേശവുമായിട്ട് വന്നവർക്കൊക്കെ മുമ്പ് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും ഖദീജ റളിയല്ലാഹു അൻഹ ആ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നു. പിന്നെ ഏകനായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അതിരൂക്ഷമായ എതിർപ്പുകൾ വന്നു, കല്ലേറ് വന്നു, എല്ലാ നിലക്കും ബഹിഷ്കരണങ്ങൾ വന്നു, ഒരുപാട് പ്രതിസന്ധികൾ വന്നു. പക്ഷേ എന്ത് പ്രയാസങ്ങൾ വന്നാലും വീട്ടിലെത്തിയാൽ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് വല്ലാത്ത സമാധാനമാണ്. എന്താ കാരണം? അതായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം. അതുകൊണ്ടാണല്ലോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിറകറ്റ ഒരു പക്ഷിയെ പോലെ ആക്കിയെന്ന് ചരിത്രം പറയുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ റസൂലുള്ളാഹി ഏറെ ദുഃഖിച്ചു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അബൂ ത്വാലിബിന്റെ മരണത്തിന്റെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് വരുന്നത്. അബൂ ത്വാലിബ് റസൂലുള്ളാഹിക്ക് വലിയ സംരക്ഷണം കൊടുത്ത പിതൃവ്യനാണ്, എല്ലാ നിലക്കും സംരക്ഷണം. അങ്ങനെയുള്ള അബൂ ത്വാലിബ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുപോയി. അബൂ ത്വാലിബിന്റെ ജനാസ എടുക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വല്ലാതെ കരഞ്ഞിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്.
ആ അബൂ ത്വാലിബിന്റെ വേർപാടിന്റെ 3 ദിവസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പത്നി എന്ത് പ്രയാസമുണ്ടായാലും വീട്ടിലെത്തിയാൽ തന്റെ കൂടെ തനിക്കൊരു താങ്ങും തണലുമായി നിന്ന ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ദുഃഖിച്ചു. ആ ദുഃഖത്തിന് അള്ളാഹു ആ ദുഃഖം കാണുന്നവനാണ്. അതുകൊണ്ടാണ് ഇസ്രാ മിഅ്റാജ് പോലും അതിന്റെ ശേഷം സംഭവിച്ചത്. ഏതായിരുന്നാലും ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ സൽസ്വഭാവം പ്രതിസന്ധി ഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ നിന്നു ദരിദ്രനായ അള്ളാഹുവിന്റെ തിരുദൂതരെ ഭർത്താവായി സ്വീകരിക്കുകയും ദരിദ്രനായ അള്ളാഹുവിന്റെ തിരുദൂതരോടുകൂടെ എല്ലാ നിലക്കും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എല്ലാം കീപ്പ് ചെയ്തു. അങ്ങനെ ജീവിച്ചു ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹുവിനെ പറ്റി റസൂലുള്ളാഹി എപ്പോഴും പറയുമായിരുന്നു, ഇന്നഹാ കാനത് വകാനത് വകാന ലീ മിൻഹാ വലദ്. ഖദീജ അങ്ങനെയായിരുന്നു, ഖദീജ ഇങ്ങനെയായിരുന്നു, ഖദീജയിലാണല്ലോ എനിക്ക് മക്കളുണ്ടായത്. അങ്ങനെ പറയുമായിരുന്നു. ഖദീജ റളിയല്ലാഹുവിന്റെ ജീവിതകാലത്ത് റസൂലുള്ളാഹി ബഹുഭാര്യത്വം സ്വീകരിച്ചില്ല. കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹു ഒരുപാട് ഭാര്യമാരെ നൽകിയിരുന്നു. സുലൈമാൻ നബിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. ദാവൂദ് നബിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. പ്രവാചകന്മാർക്കൊക്കെ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. എങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതർ തന്റെ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ 25 വർഷം ഖദീജ ബീവിയോട് കൂടെയുള്ള ജീവിതത്തിൽ ബഹുഭാര്യത്വം അള്ളാഹുവിന്റെ തിരുദൂതർ സ്വീകരിച്ചില്ല. ബഹുഭാര്യത്വം സ്വീകരിച്ചില്ല. റസൂലുള്ളാഹിക്ക് ഒരൊറ്റ ഭാര്യ. ഇതിന്റെ പ്രധാന കാരണം എന്താ? ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെയുള്ള ജീവിതം അത്രക്കും റാഹത്തായിരുന്നു. അതുകൊണ്ടാണ് ആയിഷ ബീവിയോട് റസൂൽ പറയുമായിരുന്നു, ആയിഷ, ഖദീജ അങ്ങനെയായിരുന്നു, ഖദീജ ഇങ്ങനെയായിരുന്നു, ഖദീജയിലാണ് എനിക്ക് മക്കളുണ്ടായത്. ശരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായിട്ട് ജനിച്ച കുട്ടി ഖാസിമാണ്. ഖാസിം എന്ന് പറയുന്ന കുട്ടിയാണ് റസൂലുള്ളാഹിക്ക് ആദ്യം ജനിച്ചത്. പിന്നെ റസൂലുള്ളാഹിക്ക് ജനിച്ച കുട്ടി അബ്ദുള്ളയാണ്. അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടി തന്നെയാണ് ത്വാഹിർ, അതുപോലെ ത്വയ്യിബ് എന്നൊക്കെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായ മറ്റൊരു മകളാണ് സൈനബ്, അതുപോലെ റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ. ഈ 5 മക്കളും ഖദീജ ബീവിയിലാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുട്ടി മാത്രമാണ് മാരിയത്തുൽ ഖുദ്ദിയ എന്ന് പറയുന്ന ഭാര്യയിലുണ്ടായത്. ബാക്കി 5 മക്കളും റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി അടക്കം റസൂലുള്ളാഹിക്ക് ജനിച്ച മക്കൾ 5 മക്കളും ജനിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയിലാണ്. അങ്ങനെയൊക്കെ ഒരു മഹത്വ ഖദീജ ബീവിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. മറ്റുള്ള ഭാര്യമാർക്ക് മഹത്വം ഇല്ല എന്നല്ല, ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ മഹത്വം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ പറയുന്നത്, ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള സഹോദരിമാരെ, ലോകത്തറിയപ്പെട്ട മഹിളാരത്നങ്ങളെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാതൃകയാക്കണം. ഇന്ന് വളർന്നു വരുന്ന തലമുറ ഇതാണ് സ്വീകരിക്കേണ്ടത്. ടിവിയിലൂടെ പരസ്യങ്ങൾ കണ്ട് ആ പരസ്യങ്ങളിൽ കാണുന്നത് മുഴുവനും തങ്ങളുടെ വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് കൊണ്ടുവരാൻ ഭർത്താക്കന്മാർക്ക് സാധിക്കൂലെങ്കിൽ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ കുറെ ഗൾഫിൽ പോയിട്ട് എന്തേ, നിങ്ങൾ അയാളെ കാണണം, മറ്റേ ആളെ കാണണം. എൻ്റെ കൂടെ പഠിച്ച ഇന്നാലിന്ന സഹോദരിയുടെ ഭർത്താവ്, അവർക്കൊക്കെ എത്ര സമ്പത്തുണ്ട്, അവർക്ക് എത്ര നല്ല വാഹനമുണ്ട്, എത്ര വലിയ തോട്ടമുണ്ട്, എത്ര വലിയ വീടുണ്ട്, എത്ര വലിയ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഓർക്കണേ, അവർക്കൊന്നും യഥാർത്ഥത്തിൽ അവരൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് ഈ പറയപ്പെട്ട സ്വർഗം പ്രതീക്ഷിക്കാൻ പാടില്ല. ജിബ്രീൽ എന്ന മലക്ക് വന്നുകൊണ്ട് പറയുകയാണ് റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വബശ്ശിർഹാ ബിബൈതിൻ ഫിൽ ജന്ന, ഖദീജക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. ഒന്നും വെറുതെ കിട്ടൂല. അപ്പൊ അവരോട് കൂടെയൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ കുറെ ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിലും വേണം. നമ്മൾ ദാരിദ്ര്യം ഉണ്ടാക്കണം എന്നല്ല, ഉള്ള സമ്പത്ത് നഷ്ടപ്പെടുത്തണമെന്നോ വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നോ എന്നൊന്നും അല്ല. എന്നാൽ സൗകര്യങ്ങൾ കുറവായതിന്റെ പേരിൽ ഒരു ബഹളവും വേണ്ട എന്നാണ്. അതല്ല, ഖദീജാവിന്റെ ചരിത്രങ്ങൾ കേട്ടാൽ അത് മനസ്സിരുത്തി കേൾക്കണം. അങ്ങനെ വേണ്ടത് എന്തല്ല, നമ്മളിപ്പോൾ മാപ്പിളപ്പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് അത് ഒരു ആസ്വാദനമാണ് എന്നതുപോലെ ആകരുത്. ഇന്ന് വഴുതുകളൊക്കെ ആസ്വാദനമാണ്, നല്ല രീതിയാണ്, നല്ല ശൈലിയാണ്, നീട്ടൽ പോരാ, അങ്ങനെയൊക്കെയുള്ള അഭിപ്രായം പറയാം. അതിലെന്ത് വിഷയമുണ്ട് എന്നല്ല, അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്.
മനസ്സിരുത്തി കേട്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഇനി നോക്കൂ, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ, ആ ഖദീജ ബീവിയോട് കൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. സമയം വളരെ കുറവാണ്. നമ്മൾ മാതൃകയാക്കേണ്ട പ്രതിസന്ധി ഘട്ടങ്ങൾ അതിജയിക്കാൻ നമ്മൾ മാതൃകയാക്കേണ്ട 4 സ്ത്രീകളിൽ രണ്ടാമത്തെ സ്ത്രീയെ പറ്റി പറയാ. ഈ ഖദീജ റളിയല്ലാഹു അൻഹയിൽ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് ജനിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അവരാണ് രണ്ടാമത്തെ സഹോദരി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിന്റെ മക്കളിൽ, അള്ളാഹുവിന്റെ തിരുദൂതരുടെ മക്കളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മകൾ, അത് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി മാത്രമാണ്. ഒരിക്കൽ പോലും ആർത്തവം ഉണ്ടാകാതിരുന്ന പെണ്ണാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. വലിയ സ്ഥാനം അല്ലാഹു കൊടുത്തു. ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ, മുഹ്സിനും, അതുപോലെ 3 പെൺമക്കളും അവർക്കുണ്ടായിരുന്നു. ഈ 6ഓളം പ്രസവങ്ങൾ അത് മുഴുവനും മഗ്രിബിന്റെ ശേഷമായിരുന്നു. മഗ്രിബ് നിസ്കരിച്ചതിന്റെ ശേഷം പ്രസവരക്തം ഒരല്പസമയം, ഒരൊറ്റ നിസ്കാരം പോലും അതിന്റെ പേരിൽ നഷ്ടപ്പെട്ടില്ല. ആർത്തവം ഒരിക്കൽ പോലും ഉണ്ടായില്ല. അതുകൊണ്ട് സഹ്റാ എന്ന പേര് കിട്ടി. അങ്ങനെയുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹു വലിയ സ്ഥാനം നൽകിയെന്ന് മാത്രമല്ല, നാളെ സ്വർഗത്തിൽ ഇന്ന് ലോകത്തുള്ള സത്യവിശ്വാസിനികൾക്ക്, കഴിഞ്ഞുപോയ സത്യവിശ്വാസിനികൾക്ക്, വരാൻ പോകുന്നവർക്ക്, അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നാളെ സ്വർഗത്തിലേക്ക് സ്ത്രീകൾ പോകുമ്പോൾ അവർക്ക് മുന്നിൽ നേതൃത്വം കൊടുക്കുന്ന പെണ്ണ്, അത് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവിക്ക് അള്ളാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഫാത്തിമ എൻ്റെ കരളിന്റെ ഭാഗമാണെന്ന് പുണ്യനബി പറഞ്ഞു. വലിയ സ്നേഹമായിരുന്നു നബിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോകുമ്പോൾ അവസാനമായി അവസാനമായി യാത്ര പറയുന്നത് ഫാത്തിമ ബീവിയോടായിരുന്നു. യാത്ര കഴിഞ്ഞു വരുമ്പോ ആദ്യം മുഖം കാണിക്കുന്നത് ഫാത്തിമ ബീവിക്കായിരുന്നു. അതൊരു സ്ഥാനാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോടാണ് അവസാനം യാത്ര പറയാം. യാത്ര കഴിഞ്ഞു വന്നാൽ ആദ്യം മുഖം കാണിക്കുന്നത് ഈ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊക്കെയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോള്, സ്വർഗത്തിലേക്ക് സ്ത്രീകൾക്ക് നേതൃത്വം കൊടുക്കേണ്ട പെണ്ണ്. അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെ ഭാര്യയായി കിട്ടാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു. കുലീനയായ സമ്പന്നയായ ഖദീജ ബീവിയെ വിവാഹം കഴിക്കാൻ ഒരുപാട് ധനാഢ്യന്മാർ വിചാരിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ ഇവിടെ റസൂലുള്ളാഹിന്റെ പൊന്നുമോളെ വിവാഹം കഴിക്കാൻ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ താല്പര്യം കാണിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് പല ആളുകൾ മുഖേനയും അറിയിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ തിരുദൂതർ ഒരാൾക്കും ഒരു വിവരവും കൊടുത്തില്ല. ആരോടും അനുകൂലമായിട്ടോ മറ്റോ സംസാരിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച കുട്ടിയായിരുന്നു സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ചെറുപ്പത്തിലെ നബിയുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങൾ വരനായിട്ട് കണ്ടത് അലി റളിയല്ലാഹു അൻഹു. നമ്മൾ ചിന്തിക്കണം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായമാണ് ബദർ. ആ ബദർ യുദ്ധാനന്തരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ തിരുദൂതർ തന്റെ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കെട്ടിച്ചു കൊടുത്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. എന്താ കാരണം? അലി റളിയല്ലാഹു അൻഹു ദരിദ്രനായിരുന്നു. ആരും സ്വന്തം മക്കളെ കെട്ടിക്കുമ്പോ നോക്കൂ, ആരും മക്കളെ കെട്ടിക്കുന്ന സമയത്ത് സമ്പത്ത് നോക്കുന്നതിന് പ്രശ്നമില്ല, സമ്പത്ത് മാത്രം നോക്കാൻ പാടില്ല. അത് അപകടമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ തിരുദൂതർ കാണിച്ച മാതൃക. ദരിദ്രനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് തന്റെ പ്രിയപ്പെട്ട മോളെ, തന്റെ കളിന്റെ കഷ്ടമായ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അതുവരെ അള്ളാഹിന്റെ റസൂലിന്റെ വീട്ടിൽ താമസിച്ചിരുന്ന അലി റളിയല്ലാഹു അൻഹു
ഇനി വിവാഹം കഴിഞ്ഞിട്ട് മറ്റൊരു വീട്ടിലേക്ക് താമസമാക്കുമ്പോൾ ആ വീട്ടിലേക്ക് അത്യാവശ്യമായ ഗൃഹോപകരണങ്ങളും അന്നത്തെ പോലെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊന്നും കരുതണ്ട. അത്യാവശ്യമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് തന്നെ നൽകിയെന്ന് ചരിത്രം പറയുന്നു. പക്ഷേ ഫാത്തിമ അലി ദമ്പതിമാരുടെ ജീവിതത്തിൽ ആ ഉപകരണങ്ങളിലൊന്നും ഭാവിയിൽ അവർ വർധനവ് നൽകിയില്ല, കൂടുതലൊന്നും വാങ്ങിയില്ല. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് വലിയ മാതൃകയാകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഖദീജ ബീവിയും നബിയും തമ്മിലുള്ള ബന്ധം എന്നതുപോലെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും നോക്കൂ എത്ര സ്നേഹത്തോടുകൂടെയാണ് റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും ജീവിച്ചത്. കടുത്ത വിഷമങ്ങളും പട്ടിണികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ മാർക്കറ്റ് അടച്ചു, കോവിഡ് കാരണം 4 ദിവസം മത്സ്യം ലഭിക്കാത്ത അവസ്ഥ വന്നു. അപ്പോഴേക്കും ചില ആളുകൾക്ക് നിരാശ വരികയാണ്. പടച്ചോനേരും മത്തി പോലും കിട്ടുന്നില്ലല്ലോ. മത്തികളുള്ള സമയത്താണെങ്കിൽ മത്തി പറ്റില്ല, ചെമ്മീൻ വേണം, ഐക്കോറ വേണം, എന്നാ എല്ലാം മുടങ്ങിയാലോ. അപ്പോഴേക്കും നമുക്ക് നിരാശ വരികയാണ്. ഓർക്കണം സഹോദര, ഫാത്തിമ ബിഹി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ പരന്ന കല്ല് വയറിൽ വെച്ച് കെട്ടിയ സന്ദർഭം അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബിഹിയുടെയും ജീവിതത്തിലുണ്ട്. ഖന്ദക്കിൽ കടങ്ങ് കയറുമ്പോൾ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തൊക്കെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കല്ല് വയറിൽ വെച്ച് കെട്ടിയത് വലിയ ചരിത്രമാണ്. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബിഹിയുടെയും ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. രണ്ടും 3 ദിവസമൊക്കെ വീട്ടിൽ തീരെ ഭക്ഷണമില്ലാത്ത സന്ദർഭങ്ങൾ അലി റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഫാത്തിമ ബിഹിക്ക് വലിയ പരാതി ഉണ്ടായിരുന്നു? ഇല്ല. മദീന പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ തിരുദൂതരുടെ അരികെ വന്നിട്ട് വല്ലതും തരണേ നബിയേ, എനിക്കല്പം ഭക്ഷണം വേണം, തണുത്ത സമയമാണ്, തണുപ്പുള്ള കാലാവസ്ഥയാണ്, അതുകൊണ്ട് പുതക്കാൻ നല്ലൊരു പുതപ്പ് വേണം. നിങ്ങൾ എന്താ ഇത്? നബിന്റെ അടുത്തൊന്നും കൊടുക്കാനില്ല. നിങ്ങൾ എൻ്റെ മോളെ വീട്ടിലൊന്ന് പോയി നോക്കിയോ. ഒരു സ്വഹാബിയെയും കൂട്ടി ഫാത്തിമാവിന്റെ വീട്ടിലെത്തി. അവിടെ ഒന്നുമില്ല. ഫാത്തിമാവി എന്താ ചെയ്തറിയോ? ആകെയുള്ള കഴുത്തിലെ മാലെടുത്തിട്ട് അയാളെ കഴിച്ചു കൊടുത്തു. ഇത് വിറ്റിട്ട് നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കോളൂ, പുറത്ത് വാങ്ങിക്കോളൂ. ഇന്നുണ്ടാവും അങ്ങനെ ഒരു വീട്. ഇന്നിപ്പോൾ ഒരു മിനി സൂപ്പർ മാർക്കറ്റേക്കാരം അധിക വീടുകളുടെയും അടുക്കള. അത്രക്കും മനോഹരമായിട്ട് പുതിയ വീടുകളൊക്കെ അങ്ങനെയുള്ള എന്തോ ഒരു രസമാണ്. മല്ലിക്കൊരു ടിന്ന്, മുളകിനൊരു ടിന്ന്, പഞ്ചസാരക്ക് വേറൊന്ന്, അങ്ങനെ തൊട്ടിട്ടുണ്ടല്ലോ. സൂപ്പർ മാർക്കറ്റാ തോന്നിയപ്പോൾ എല്ലാ ചൊറുക്കിലിങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഒന്നും മാറാൻ പാടില്ല ആ രൂപത്തിൽ. അടുക്കളയ്ക്ക് ഒരു സംഭവമാണ്. ഫാത്തിമ ബീവിന്റെ വീട്ടിലൊന്നുമില്ല. എന്നാൽ ഫാത്തിമയ്ക്ക് വലിയ പരാതി ഉണ്ടാവും എന്നൊക്കെയാണ്. എന്തായിരിക്കും പ്രശ്നം? ആകെ പ്രശ്നാവൂലേ? വാഷിംഗ് മെഷീൻ ഇല്ലാത്ത കാരണത്താൽ ത്വരാക്ക് ചെല്ലേണ്ടി വന്നൊരു സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭർത്താവിന്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ല. അപ്പോ പെണ്ണിന്റെ വാപ്പ പറഞ്ഞു ഞാൻ വാങ്ങിത്തരാന്ന്. അത് പുതിയാപ്പിളക്കൊരു അഭിമാന പ്രശ്നം. എനിക്ക് പണം ഉണ്ടാവുമ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ട് അതിനെ തൊലാക്കൈക്കോട്ടെ. അതിനെപ്പറ്റി പെൺകെട്ടാരും പറഞ്ഞെന്താ അറിയോ? അയാൾ പറഞ്ഞത് അത് ശരിയാവില്ല, ഒത്തുപോകില്ല. അപ്പൊ എന്തേ പ്രശ്നം എന്ന് വെച്ചപ്പോൾ അവിടെ അലക്കേണ്ട ഫ്രിഡ്ജ് ലേറ്റാണെന്ന് പറഞ്ഞു. വാഷിംഗ് മെഷീനെ പറ്റി അങ്ങനെയാണ് അയാൾ പ്രയോഗിച്ചത്. ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ട കാലമാണ്. എന്ത് ഫാത്തിമ ബീവി ഇവരതൊന്നും നോക്കുക. ഒരു മുകേഷ് അംബാനിന്റെ ഭാര്യനൊക്കെ കടന്ന് നോക്കുന്നത്. ആ ചരിത്രമൊക്കെ പഠിച്ചിട്ട് അതൊക്കെ നെറ്റിൽ നിന്ന് എടുത്തിട്ട് അങ്ങനത്തെ വീട് വേണമെന്നൊക്കെ ആഗ്രഹിച്ച് എങ്ങനെ സമാധാനം ഉണ്ടാകാം? അപ്പൊ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ വന്നു. പുരുഷന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന 2 ചെറുപ്പക്കാരുള്ള ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ. ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരെത്ര പ്രയാസപ്പെട്ടു ചെറുപ്പത്തിൽ. എത്രയോ സംഭവങ്ങൾ. 18ഓളം ആയത്തുകൾ ഒരിക്കറങ്ങി അൽ ഇൻസാൻ സൂറയിൽ അലി റളിയല്ലാഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെയും ആ കുടുംബത്തിന്റെ പട്ടിണി കാരണം അള്ളാഹു തആല ഇറക്കിയതാണ്. അതൊക്കെ പഠിച്ചോൻ കാണുന്നുണ്ട്. സാരല്ല, റസൂലുള്ളാഹി തങ്ങൾ വിഷമിച്ചൊരു സന്ദർഭത്തിൽ. അപ്പൊ ഇന്ന് നമുക്ക് ചെറിയൊരു വിഷമം വരുമ്പോൾ, ചെറിയൊരു പ്രയാസം വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് വരുന്ന സമയത്ത് നിരാശപ്പെടാൻ പാടില്ല. ഓർക്കണം, നമ്മൾ
എന്താ കാരണം? നമ്മൾ എന്തൊക്കെ ഗൾഫിൽ നിന്നുള്ള മരണവാർത്തകൾ കേൾക്കുന്നു. നമ്മൾ വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. ആലോചിച്ച് നോക്കും, എത്ര സംഭവം. കോവിഡ് കാരണം മരിച്ച എത്ര പേര്. ഇവരൊക്കെ ആഗ്രഹിച്ച നല്ല ജീവിതം, ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ മതിയാക്കി പോകേണ്ടി വരും. ഇതൊന്നല്ല വലുത്. അവിടെ ഫാത്തിമ ബീവി വലിയ മാതൃകയാണ്. റസൂലുള്ളാഹിന്റെ വഫാത്ത് വേളയിൽ തൻ്റെ മക്കളിൽ ഫാത്തിമ ബീവി മാത്രമാണ് ജീവിച്ചിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഫാത്തിമ ബീവിയുടെ കാതിൽ അള്ളാഹുവിന്റെ തിരുദൂതർ ഒരു സ്വകാര്യം പറഞ്ഞില്ലേ. ഫാത്തിമായി വല്ലാതെ കരഞ്ഞു. ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ്, മരിക്കുകയാണ് മോളെ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി കരഞ്ഞപ്പോ പിന്നെ ഫാത്തിമ ബീവിയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇനി ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നീ ആയിരിക്കും മോളെ. അപ്പൊ ഫാത്തിമായിക്ക് സമാധാനായി. അപ്പൊ അവരൊക്കെ ഒരു മാനസികാവസ്ഥ എന്താ? ഫാത്തിമാവിന്റെ ജീവിതത്തിൽ നല്ല പുഷ്പിത ഘട്ടത്തിലാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാണ്, ഫാത്തിമ, എന്താണ് അള്ളാഹുവിന്റെ തിരുദൂതർ നിന്റെ പിതാവിന് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞത്? ഫാത്തിമ ബീവി പറഞ്ഞു, ഇനി ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കും എന്നാണ് പറഞ്ഞത്. അതിന്റെ ശേഷം അലി റളിയല്ലാഹു അൻഹു ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങി പോകുമായിരുന്നു. കാരണം റസൂലുള്ളാഹി പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഏത് സമയത്തും തൻ്റെ പ്രിയപ്പെട്ട പത്നിയുടെ വേർപാട് സംഭവിക്കാം. അതുകൊണ്ട് ജമാഅത്ത് കഴിഞ്ഞാൽ വേഗത്തിൽ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. ഇത്രയും സ്നേഹത്തോടുകൂടെ അവർ ജീവിച്ചു. 6-7 മാസം കഴിഞ്ഞപ്പോഴേക്കും റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം ഫാത്തിമ ബീവി ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഫാത്തിമ ബീവിയുടെ ജനാസ അലി റളിയല്ലാഹു അൻഹു കുളിപ്പിച്ചു. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏതായിരുന്നാലും ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ വിഷയത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു മഹദിയാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്, ദീർഘിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട്. പരിശുദ്ധ ഖുർആനിൽ പോയും ആയത്തിറങ്ങാൻ കാരണമാണ്. അതുപോലെ നോക്കൂ നിങ്ങൾ, മൂന്നാമത്തെ സഹോദരി ആസിയ റളിയല്ലാഹു അൻഹ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ, അവരാണ്. ചരിത്രത്തിൽ അവരെ പറ്റി ഒരുപാട് ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫിർഔനിന്റെ ഭാര്യയായിരുന്നു. അള്ളാഹുവിന്റെ വലിയ ശത്രുവായ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, ആ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ആയിരുന്നു ദുനിയാവിൽ ഭർത്താവ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിലായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ മൂസാ നബി വഴി, മൂസാ നബി വലിയൊരു അത്ഭുതം കാണിച്ചാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്ഭുത വടി അത് നിലത്തിട്ട പാമ്പാവും. ആ ഒറ്റ കാരണത്താലാണ് ആസിയ റളിയല്ലാഹു അൻഹ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ഒറ്റ കാരണത്താൽ ആസിയ റളിയല്ലാഹു അൻഹയെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവം ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ അള്ളാഹുവോട് ദുആയിരുന്നു, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, മഹദി അല്ലാഹുവോട് ദുആർക്കുകയാണ്, അല്ലാഹുവേ നിന്റെ അരികെ സ്വർഗത്തിൽ എനിക്കൊരു വീട് നിർമ്മിക്കണമേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമകാരികളായ ജനതയിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണമേ, ഫിർഔനിൽ നിന്ന് രക്ഷ നൽകണമേ. അങ്ങനെ ധീരമായ നിലപാട് സ്വീകരിച്ചു. നൈൽ നദിയുടെ തീരത്ത് മനോഹരമായ കൊട്ടാരമുണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൽ എല്ലാ നിലക്കും സൗകര്യമുണ്ടായിരുന്നു. എന്നിട്ടും അതെല്ലാം ഒഴിവാക്കി. ദുനിയാവ് വേണ്ട തീരുമാനിച്ചു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, അത് മുഴുവനും ഒഴിവാക്കിയിട്ട് ആസിയ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് വന്നു. 2 കൈയും 2 കാലും 4 കുറ്റിയിലേക്ക് വലിച്ച് കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചപ്പെടും. റബ്ബി വ റബ്ബുകല്ലാഹ്, എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹുവാണെന്ന് തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി സ്ഥൈര്യത്തോടുകൂടെ പറഞ്ഞ പെണ്ണാണ് ആസിയ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നാളെ സ്വർഗത്തിൽ എൻ്റെ പത്നിമാരാണ്, ഒന്ന് മറിയം ബീവിയും മറ്റൊന്ന് ആസിയ ബീവിയും. ആസിയ ബീവിക്ക് ദുനിയാവിൽ ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷെ ഭർത്താവിനാൽ ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നു. എന്നിട്ടൊക്കെ ക്ഷമിച്ചു, ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും ത്യജിച്ചു. അതുകൊണ്ട് പരലോകത്ത് പഠിച്ചാൻ കൊടുക്കുകയാണ്. വിധവകളായ എത്ര പെണ്ണുങ്ങളുണ്ട്, കല്യാണം തീരെ ശരിയാകാത്ത എത്ര പെണ്ണുങ്ങളുണ്ട്.
അവർക്കൊരു സമാധാനം വരാനാണ് മറിയം റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു തആല ഭർത്താവിനെ നൽകിയില്ല. 4ാമത്തെ സഹോദരി മറിയം റളിയല്ലാഹു അൻഹ തഹരീം സൂറത്തിന്റെ അവസാനം അല്ലാഹു പ്രത്യേകം പറയുന്നുണ്ട്. അവരെ പറ്റി ഖുർആൻ തന്നെ പറയുന്നത് വകാനത്ത് മിനൽ ഖാനിതീൻ എന്നാണ്. ശരിക്ക് പറയേണ്ടത് വകാനത്ത് മിനൽ ഖാനിതാത്ത് എന്നാണ്. വകാനത്ത് മിനൽ ഖാനിതീൻ എന്ന് പറഞ്ഞു. ആണുങ്ങൾക്ക് പ്രയോഗിക്കും പോലെ പ്രയോഗിച്ചത് അത്രമാത്രം ഭക്തിയും സ്ഥാനവും മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുക. ആസിയ ബീവിയും മറിയം ബീവിയുമാണ് 4 പേരിൽ രണ്ടാമത്തെ 2 പേര്. ഒന്ന് ഖദീജ ബീവിയും ഒന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഒന്ന് ആസിയ ബീവിയും മറ്റൊന്ന് മറിയം റളിയല്ലാഹു അൻഹയും അല്ലാഹു തആല വലിയ സ്ഥാനങ്ങൾ നൽകിയിരുന്നവരാണ് ഈ 4 പേരും. മറിയം റളിയല്ലാഹു അൻഹ അല്ലാഹു ഒരുപാട് സ്ഥാനങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്, ഒരുപാട് സ്ഥാനങ്ങൾ. ഏതായിരുന്നാലും ഈ 4 പേരും ചരിത്രത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. അതുകൊണ്ട് ആ 4 പേരുടെ മാർഗം അതാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ നഗുറമത്. സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃകയാക്കി, ഉദാഹരണമാക്കി. ആരെ? ആസിയ ബീവിയെയും അതുപോലെ തന്നെ മറിയം ബീവിയെയും. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല, ലോക ചരിത്രത്തിൽ എല്ലാവർക്കും വലിയ മാതൃകയാക്കി എന്നാണ്. അതുകൊണ്ട് അവരുടെ മാർഗത്തിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കേണ്ടത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പള്ളിക്കൂടം റിലീഫ് സെല്ലിലേക്ക് ഒരുപാട് ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. പന്തലൂരുള്ള ഒരു സഹോദരന് ഒരു 500 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. അതുപോലെ ഒരു 2500 രൂപ ഒരു സഹോദരൻ പ്രത്യേകം നൽകിയിട്ടുണ്ട്. സഹോദരൻ ഗൾഫിലാണ്. അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. അതുപോലെ ഒരു 500 രൂപ വെള്ളിലയിലുള്ള ഒരു സഹോദരന് നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ സഹോദരൻ എല്ലാ മാസവും നൽകാറുണ്ട്. അതുപോലെ നേർച്ചയാക്കിയത് 900 രൂപ. പിന്നെ 2 സഹോദരിമാർ ജ്യേഷ്ഠത്തെയും അനുജത്തെയും നൽകിയ ഒരു 900 രൂപയുണ്ട്. അതുപോലെ തന്നെ ഒരു സഹോദരന് പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു 1000 രൂപ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഒരു പുതിയ കച്ചവടമൊക്കെ തുടങ്ങുന്നുണ്ട്, അതിൻ്റെ പേരിൽ ദ്വാരക്കാനാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു സഹോദരൻ നേർച്ചയാക്കിയതിന് 100 രൂപയുണ്ട്. അതുപോലെ ഒരു സഹോദരന് പ്രത്യേകം ഒരു 1000 രൂപ നൽകിയിട്ടുണ്ട്. ഒരു സഹോദരന് ഒരു 500 രൂപ നൽകിയിട്ടുണ്ട്. ഒരു സഹോദരി ഒരു 500 രൂപ കൊടുത്തയച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ ഒരു 1000 രൂപ നൽകിയിട്ടുണ്ട്. ഒരു സഹോദരൻ ഒരു 1620 യതീം കുട്ടികൾക്ക് പ്രത്യേകം നൽകണമെന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകിയവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു പരിശുദ്ധമായ ഖുർആന്റെ ഈ സദസ്സിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ, ഓൺലൈനിലായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെ കീഴിൽ ധാരാളം, സമസ്തയ്ക്ക് കീഴിൽ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്ന, 100 കണക്കിന് ക്ലാസ്സുകൾ. അതിനൊക്കെ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, അതിലേക്ക് വരുന്നവർ, ചെറുപ്പക്കാർ, ഉസ്താദുമാർ, ഉമറാക്കൾ, സഹോദരിമാർ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന SKSSന്റെ പ്രവർത്തകർ, അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹു എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഈ മഹാമാരിയിൽ നിന്ന് എല്ലാ നിലക്കും നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും അന്തസ്സോടുകൂടെ ഉറക്കെ കലിമ ചൊല്ലി മരിക്കുവാനും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖ്ഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.